ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ന്യൂ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പറയും പോലെ നമ്മൾ ന്യൂ ഗെയിം പ്ലേ വീഡിയോസാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഗൈസ്. അപ്പോൾ തുടക്കം തന്നെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരു പരസ്യമാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഗൈസ്. നെറ്റ് ഓഫ് ആക്കട്ടെ, അല്ലെങ്കിൽ പരസ്യങ്ങളുടെ ബെസ്റ്റ് ഗൂഗിൾ ജെമിനിൻ്റെ പരസ്യം. അപ്പോൾ ഈ സാധനം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ എന്നാണ്. നമുക്ക് കാറ് മോഡിഫൈ ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള പ്ലെയർ മോഡലാക്കാം, പിന്നെ സ്പൈഡർമാൻ്റെ പവർ യൂസ് ചെയ്യാം. അങ്ങനെ പല ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ലാഗ് ഉണ്ടെന്നല്ലോ. സൂപ്പർ പവർ പോവാം, പ്ലേ മ്യൂസിക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അടുത്ത പരസ്യം. ഇനിയിപ്പോൾ ഏതായാലും പരസ്യം വരാൻ ചാൻസ് ഇല്ല. മ്യൂസിക് ഏതായാലും ഓഫാക്കാം, അത് ബോറടിക്കും ഗീസ് നമുക്ക്. അല്ലെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം ചെയ്യും ഗീസ്, പ്ലെയർ മോഡൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിക്ക് എ മോഡൽ, അതിന് ആദ്യം ഒരു അലോ പെർമിഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞാനേതായാലും ഗോക്കു ആയിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ പവർ പോവില്ല. ഇവിടെ കണ്ടോ, പുതിയതായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മീൻസ് എന്താ പറയുക, അതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്കൊരു വല വിട്ട് ഇങ്ങനെ പോവാം. ഫ്ലിപ്പൊക്കെ അടിക്കും കേസ് അയ്യാറിൽ. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, ട്രെയിനിൻ്റെ ഒപ്പം ഒരു റേസ്, ട്രെയിൻ വേഴ്സസ് സ്പൈഡർമാൻ കൊടുത്തിട്ട് ഈ ഗെയിമിൽ ട്രെയിൻ ഉണ്ട് കേസ്. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്കാൻ നോക്കുക കേസ്. ഇതിപ്പോൾ പറക്കണമാര് തോന്നും. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആനിമേഷന്, ഇതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പോലീസ് സ്റ്റേഷൻ പോയി വരാം കേസ്. പരാതി കൊടുക്കാനില്ലെങ്കിലും ഒന്ന് കയറി പോവാം കേസ്. ചെറുതായൊരു ലാഗുണ്ട്. ഇനി ഇത് കൂടെ അല്ല, നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാം കേസ്. ഓക്കെ, ഫസ്റ്റ് മാപ്പ് നോക്കണം, ഇത് എവിടെയാണ് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ നമ്മളേതായാലും ഇങ്ങനെ ചാടി ചാടി പോവുന്നുണ്ട്. ഇത് പിന്നെ പാർക്കാണ്. അത് പാർക്കാണ് കേസ്. ഇതാണ് ഇവിടുത്തെ പാർക്ക്. കളിച്ചാൽ മീൻസ് ഒന്നുമില്ല പറയും പോലെ. ഇരിക്കുക, 2 ബെഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗെയിമിൻ്റെ പ്രത്യേകതയാണ് ഫസ്റ്റ് #, അടിക്കണം. എന്നിട്ട് 002 അടിച്ചാൽ സ്പീഡ് റണ്ണ് ആക്ടിവേറ്റ് ആവും. പിന്നെ #003 എന്ന് പറയുമ്പോൾ സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതാ സ്പീഡ് റണ്ണ്, മീൻസ് സ്പീഡ് റണ്ണ്, പിന്നെ സൂപ്പർ ജമ്പും ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഗെയിമിലുള്ള ഫീച്ചേഴ്സ്. ഇതാണ് ചീറ്റ് കോഡിൻ്റെ ആപ്പ് പറയും പോലെ. ആപ്പ് ഇതാണ്. ഇതിൽ ഞാൻ അടിച്ച ചീറ്റ് കോഡാണ്, കാണിച്ചു തരാം. ഞാൻ അടിച്ച ഇൻഫിനിറ്റി ഹെൽത്ത് #000, പിന്നെ നെവർ വാണ്ടഡ് 001 ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് കേസ്. പിന്നെ ഞാൻ അടിച്ച കോഡൊക്കെ #002, അതിൻ്റെ എഫക്റ്റ് ആണിത്. ഇതല്ല മറ്റേ സ്പീഡ് റണ്ണ്. ഇതിൻ്റെ വല ചില ടൈമിൽ ബാക്കിൽ വലിക്കും കേസ്. അതാണ് ഒരു പ്രശ്നം. അപ്പം എനിക്ക് ഏതായാലും പോലീസ് സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട് കേസ്. ഞാനും പറയും പോലെ ഈ ഗെയിമിൽ ഇപ്പോഴാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്ന് പറയണേ. ഈ അടുത്തൊരു അപ്ഡേറ്റിലാണ് പോലീസ് സ്റ്റേഷൻ വന്നത് കേസ്. ഏതായാലും എല്ലാം നമുക്കൊന്ന് തരട്ടെ. കിട്ടി. അങ്ങനെ കേസ് നമ്മളേതായാലും പറന്ന് ചാടി എങ്ങനെയാ വെച്ചാൽ അങ്ങനെ പോവാണ് കേസ്. നമ്മൾ ഇവിടെ ആയിട്ടാണ് വരേണ്ടത്. ചെറുതായി ലാഗ് തുടങ്ങിയിട്ടുണ്ട് ഫോണ്. ഏതായാലും അപ്പം നമ്മളിങ്ങനെ ചാടി ചാടി പോവാണ് കേസ്. എവിടെ എത്തുന്ന അതാ എത്തി കേസ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം നമ്മൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. വേറൊരു കാര്യം കേസ്, ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം ഏതായാലും ഉള്ളിൽ കയറട്ടെ. അപ്പോൾ ഇവിടെ കുറേ പോലീസൊക്കെ ഉണ്ട്. ഇനി ഇവിടുത്തെ പ്രത്യേക ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജയിലുണ്ടല്ലോ, ജയിലിലാണ് ആ പ്രത്യേകത വരുന്നത്. ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യണോ? തൽക്കാലത്തിൽ വേണ്ടല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ജയിലിൻ്റെ. കണ്ട, ഗേറ്റ് ഓപ്പൺ ആക്കാം, ക്ലോസ് ആക്കാം, ലോക്കല്ല. ഏതായാലും ഒരു നല്ല കാര്യം തന്നെ. നമുക്ക് ജയിലൊക്കെ ഒന്ന് നോക്കി പരിശോധിക്കാമല്ലോ. നമുക്കൊന്ന് ഇടിച്ചു നോക്കാം വെറുതെ. തുടങ്ങി. ഇതാണ് കുറേ ആൾക്കാർ കൂടുമ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ ലാഗ് അടിക്കും കേസ്. വെറുതെ ഒന്ന് ഇടിച്ചതാ. എല്ലാവരും പിന്നാലെ കൂടിയണു. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ പറയും പോലെ ഇനിയുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളേതായാലും അവിടെ നിന്ന് തൽക്കാലത്തേക്ക് സുഖമായി വണ്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ലാഗിന് 2 മിനിറ്റ് തീരും. ഇതെന്തത് വലയും പിടിച്ച് ഓടുകയാണ് ചെക്കൻ. അത് സ്പീഡ് റണ്ണും ഇത് ഒരുമിച്ച്.
ചെറുതായി ലാഗ് തുടങ്ങിയിട്ടുണ്ട് ഗേസ്. നമുക്കൊന്ന് വെറുതെ ആക്കി വെക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ലാഗ് കുറച്ച് അധികമായോ എന്ന് കേട്ടോ നോക്കട്ടെ. ലാഗ് മാറിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ പിന്നെ ഇത് പിന്നെ മറ്റേ ഈ സ്ഥലമാണ് ഗേസ്. എന്താ പറയുക, ഇത് എന്തോ മറ്റേ ഇതുണ്ടാവല്ലോ, എൻ്റെ പേര് മറന്നു ഗേസ്. അത് കണ്ടെയ്നറുള്ള സ്ഥലമൊക്കെ കടന്നു. ഇത് പിന്നെ ബീച്ചാണ് ഗേസ്. ഇവിടുത്തെ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, പറഞ്ഞുതരാം. സൂപ്പർ പവർ ഓണാക്കിയിട്ടാണേലും ഓഫാക്കിയിട്ടാണേലും ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കൂട്ടോ ഗേസ്. ഇങ്ങനെ ചാടി ഇറങ്ങാൻ മീൻസ് അങ്ങനെ നോക്കിക്കേ. കണ്ടാ അടിയിലെ ആകാശം കണ്ടാ. ഇപ്പം മേലെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലിച്ച് ഉണ്ട് ഗേസ്. ഇതിലത്തെ ന്യൂ ഗ്ലിച്ചാണ്, പുതിയ ഗ്ലിച്ച്. കണ്ടാ ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ പോയി നമുക്ക് എവിടെ വേണേലും എത്താം. എന്താ പറയുക, ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ അടുത്തൊരു ഹെലികോപ്റ്റർ ഉണ്ട് ഗേസ്. നമുക്ക് നല്ല വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ആ ഹെലികോപ്റ്റർ നോക്കട്ടെ, ഉണ്ടാവുമായിരിക്കും. ഉണ്ട് ഗേസ്. നമുക്ക് പറയുമ്പോൾ ഒരു ഹെലികോപ്റ്റർ സ്വന്തമായിട്ട് വഴി മാറിപ്പോയി ഗേസ്. ഏതൊക്കെ വഴി പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ വഴി തെറ്റിയ ഗെയിമിൽ ഇതേമാതിരി ഉണ്ടായിരുന്നു ഗേസ്. ഇന്ത്യൻ ബൈക്ക് ഫസ്റ്റ് ടൈം കളിച്ചപ്പോൾ അതൊരു 1.5 പണിയായിരുന്നു ഗേസ്. ഏതായാലും നമുക്ക് തീർക്കാതെ 2 മിനിറ്റ് ചാടി പോകും. ഇവിടെ അല്ല ഏകദേശം പറയുകയാണെങ്കിൽ പോലീസിനെ തല്ലിയോണ്ട് ഇതായിരുന്നു. നമുക്കൊന്ന് നീന്തി പോയാലോ ഗേസ്. ഇതിങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഗ്ലിച്ച് വർക്കാവില്ല കേട്ടോ ഗേസ്. ഞാൻ പറഞ്ഞാൽ ഗ്ലിച്ച് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിക്ക് ചാടി മീൻസ് ആഴത്തേക്ക് ഇറങ്ങണം, സ്പൈഡർമാൻ്റെ പവറൊക്കെ യൂസ് ചെയ്തിട്ട്. അങ്ങനെ ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞ ഗ്ലിച്ച് വർക്കാവുള്ളൂ. ആ ഗേസ് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പറന്നു പോയിട്ട് ഞാൻ ഹെലികോപ്റ്റർ നോക്കട്ടെ, ഉണ്ടാവുമായിരിക്കും. ഇതെന്താ ഗേസ് ഞാൻ വിചാരിച്ച രീതിയിൽ ഇപ്പം പറക്കാത്ത. അപ്പം റെഡി ആയിട്ടുണ്ട് ഗേസ്. ആ പരിപാടിയൊക്കെ റെഡിയായി. ഇവിടെ ആ മാപ്പ് നമ്മുടെ വീട് പറഞ്ഞ മാപ്പിൻ്റെ അങ്ങേയറ്റത്താണ്. ഈ സ്ഥലത്തേക്ക് ഈ വീഡിയോൻ്റെ ലിമിറ്റ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട്